ഒരുപാട് പേര് ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയാറുണ്ട്. കുറേ ആൾക്കാർ നന്നാക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെന്ന് പറയാറുണ്ട്. ഒരുപാട് പേര് ഈശോയിലേക്ക് അടുക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, ഒരുപാട് ബ്ലോക്സ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈശോയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? നമ്മൾ പ്രാർത്ഥന വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കൂടുതൽ വിശുദ്ധി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ലൈഫിൽ ഈശോയുടെ ഹിതം നടക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസത്തെ ഹൃദയ പ്രതിഷ്ഠയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് 33 ദിവസം പ്രാർത്ഥിച്ച് 34ാം ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വെക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 34 ദിവസത്തെ പ്രാർത്ഥനയാണ്. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പുസ്തകത്തിലെ ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. മറിയം ഒരു ആത്മാവിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവൾക്ക് മാത്രം സാധിക്കുന്ന കൃതാവരത്തിന്റെ വിസ്മയകരമായ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു തുടങ്ങും. പരിശുദ്ധമ്മയ്ക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുത്താൽ, പരിശുദ്ധമ്മയ്ക്ക് നമ്മളെ അധികാരം നമ്മൾ കൊടുത്താൽ, അമ്മ അവിടെ പ്രവർത്തിക്കും. അമ്മ അവിടെ പ്രവർത്തിച്ചിട്ട് ദൈവത്തിന് എന്താണോ നമ്മളെ കൊണ്ട് ആവശ്യം, ദൈവത്തിന് നമ്മുടെ ഉള്ളിലേക്ക് വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇതെല്ലാം നമ്മുടെ ആത്മാവിൽ സംഭവിച്ചു തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും വിമർശനം ചെയ്യാത്ത കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം. നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഉടനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതിഷ്ഠ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക, കമന്റ് പിൻ ചെയ്തേക്കാം. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് പ്രതിഷ്ഠ ചെയ്യണം. യഥാർത്ഥ വ്യക്തി വായിച്ച് വേണം പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി. അത് വായിക്കാണ്ട് ചെയ്ത ആൾക്കാരും ജോയിൻ ചെയ്യണം. ഉറപ്പായിട്ടും നമ്മുടെ ലൈഫ് പരിശുദ്ധം ഏറ്റെടുക്കാൻ പോകണം.